ഇതിൽ തന്നെ ഇപ്പൊ റീസെന്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ മാൻഹാട്ടൻ അബ്ഡക്ഷൻ എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. ഇപ്പം അത് ഒരുപാട് പേര് കാണുന്നു എങ്കിൽ പോലും ഇത് 89 നടന്ന സംഭവമാണ്, നടന്നു എന്ന് പറയപ്പെടുന്ന സംഭവമാണ്. അങ്ങനെ ഞാൻ പറയുന്നതിന് ഒരു കാരണമുണ്ട്. അതായത് 89 നമ്മൾ അതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ബ്രൂക്ലിൻ ബ്രിഡ്ജ് അബ്ഡക്ഷൻ എന്നോ അങ്ങനെ ഒരു പേരും കൂടി ഇതിനുണ്ട്. ഇത് ശരിക്കും മാൻഹാട്ടൻ അബ്ഡക്ഷൻ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. ലിൻഡ നെപ്പോളിറ്റാനോ അങ്ങനെ ഒരു സ്ത്രീയാണ്. ഇവരൊരു വീട്ടിൽ താമസിക്കുക, ഒരു ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. പണ്ട് നമ്മൾ പിക്സാറിന്റെ ഒരു ആനിമേഷൻ കണ്ട ഓർമ്മ, ഒരു കുട്ടി അതായത് 2 പച്ച ഏലിയൻസ് വന്നിട്ട് ഇങ്ങനെ ഇത് വെച്ചിട്ട് ഗെയിം മറ്റേ കൺസോൾ പോലത്തെ സാധനം വെച്ചിട്ട് അറ്റൻഡ് ചെയ്യുന്നു. ഈ ജലന്റെ ഉള്ളിൽ കൂടെ തന്നെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിട്ട് അവർ ട്രൈ ചെയ്യുന്നു. ഒരു ഗംഭീര ആനിമേഷൻ ആണ്. ഈ സാധനം ഈ ഒരു സ്റ്റോറിയിൽ നടന്നിട്ടുണ്ട്. അതായത് ഈ ലിൻഡ രാത്രി ഉറങ്ങുന്ന സമയത്ത് റൂമിന്റെ ഉള്ളിൽ ആരൊക്കെയോ പെരുമാറുന്ന പോലത്തെ ഒരു ഫീലിംഗ്. അവരൊറ്റയ്ക്കാണ് അവിടെ താമസിക്കുന്നത്. പക്ഷെ റൂമിന്റെ ഉള്ളിൽ ആരൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഇരുട്ടത്ത്. അപ്പൊ അതിൽ മെല്ലെ കണ്ണു തുറന്ന് നോക്കിയപ്പോ ആ ഇരുട്ടത്ത് 3 പേര് ആ മുറിയിലുണ്ട്. ആ 3 പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരൂപത്തിലാണ് എങ്കിലും മനുഷ്യരല്ല. വലിയ തല, അതായത് ഒരു വലിയ മത്തനൊക്കെ തലയിൽ വെച്ച് നമ്മൾ നടക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ പംകിൻ ഹെഡ്സ്, വലിയ തലയുള്ള 3 പേര് ആ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. നീളം വളരെ കുറവാണ്. ഇവര് വന്നിട്ട് ഇവരെ ഹാലുസിനേറ്റ് ചെയ്യിപ്പിച്ചു. എന്തൊക്കെയോ വിഷ്വൽസ് കൊടുത്ത് ഹാലുസിനേറ്റ് ചെയ്യിപ്പിച്ചു. അവരെ മയക്കി. എന്നിട്ട് ഇവരെ കൊണ്ടുപോവുകയാണ്. ഈ ജനലിന്റെ ഉള്ളിൽ കൂടെ ഒരു ലൈറ്റ് ഇവരെ ഫ്ലോട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് UFOയിലേക്ക് എടുത്തു. സിനിമാറ്റിക് ആയിട്ടുള്ളൊരു പ്രസന്റേഷൻ. ഓക്കെ, ഇതിന്റെയൊക്കെ വിഷ്വൽസ് ഈ മാൻഹാട്ടൻ അബ്ഡക്ഷനിൽ നെറ്റ്ഫ്ലിക്സ് ചെയ്തിട്ടുണ്ട്. ഇവരെ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്തു. ഒരു 5-6 മണിക്കൂറുകൾ ഇവരെ അതിൻ്റെ ഉള്ളിൽ ടെസ്റ്റ് ചെയ്തിട്ട് വിട്ടു എന്നാണ് പറയുന്നത്. ഇത് ലോകം അറിയുന്നത് ബഡ് ഹോപ്കിൻസ് ഉണ്ട്. അതായത് ഇത്തരത്തിലുള്ള അബ്ഡക്റ്റീസിനെ വെച്ചിട്ടൊരു ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. അവരുടെ അനുഭവങ്ങളെ വിശ്വസനീയമായിട്ട് കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ബഡ് ഹോപ്കിൻസ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഈ ലിൻഡ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുഭവം അവർക്ക് കത്തായിട്ട് അയച്ചു. എനിക്കിങ്ങനെ അനുഭവങ്ങളുണ്ട്, എന്നെ അബ്ഡക്റ്റ് ചെയ്തു, എനിക്കത് പറയണം. ആദ്യം ഈ കത്തുകളൊക്കെ ബഡ് ഹോപ്കിൻസ് സ്കിപ്പ് ചെയ്ത് കളയുക ചെയ്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഇത്ര അബ്ഡക്ഷൻസ് ഉണ്ട്. ഈ ഗ്രൂപ്പിന്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് കഥകൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് പറയുന്ന ആളുകളുണ്ട്. ഫെയിം ആവാൻ വേണ്ടിയിട്ട് കഥകൾ ഉണ്ടാക്കി പറയുന്ന ആളുകളുണ്ട്. മനഃപൂർവ്വം വീട്ടിൽ നിന്നും മിസ്സിംഗ് ആയിട്ട് വീണ്ടും തിരിച്ചു കയറി വന്നിട്ട് എന്നെ അബ്ഡക്റ്റ് ചെയ്തതാണെന്ന് പറഞ്ഞാൽ ആരൊന്നും പറയില്ല. അങ്ങനത്തെയുള്ള അനുഭവങ്ങളുണ്ട്. സോ ഇതൊക്കെ വരുമ്പോൾ മൂപ്പർ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള അനുഭവങ്ങളുള്ള ആൾക്കാരെ സ്കിപ്പ് ചെയ്ത് കളയും. പക്ഷെ ലിൻഡേനെ ഇയാൾ സെലക്ട് ചെയ്യാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. അതായത് ലിൻഡേനെ അബ്ഡക്റ്റ് ചെയ്തു ഏലിയൻസ്. തിരിച്ചു വന്നപ്പോൾ ലിൻഡയ്ക്ക് ഒരു പ്രത്യേകത, അതായത് ലിൻഡേന്റെ മൂക്കിൽ എന്തോ ഒരു ക്യാപ്സ്യൂള് ഇഞ്ചക്ട് ചെയ്ത പോലത്തെ ഒരു സാധനം. ക്യാപ്സ്യൂള്, അതായത് ഏലിയൻസ് കൊണ്ടുപോയതിന് ഒരു തെളിവ് വെച്ചിട്ടാണ് ഏലിയൻസ് വിട്ടത്. ഇത് പറഞ്ഞപ്പോഴാണ് വേറൊരു സംഭവം ഉണ്ട്. കെല്ലിൻ്റെ ഞാൻ വിട്ടുപോയൊരു സംഭവമാണ്. കെല്ലിൻ്റെ ഈ കേസിൽ അവർ ഡിസ്കവറി ചാനലിൽ കൊടുത്ത ഇൻ്റർവ്യൂ അവരത് പ്രസൻറ്റേഷനായിട്ട് കാണിക്കുന്നു. ഒരുപാട് ആൾക്കാർ ഉള്ളൊരു പ്രസൻറ്റേഷനാണ്. അവർ ഈ ഒരു സംഭവത്തിന് ശേഷം അവരുടെ പൊക്കിളിലും കാലിൻ്റെ തുടയുടെ ഈ ഒരു ഉള്ളിലത്തെ പോർഷനിലും ട്രയാങ്കിൾ ആകൃതിയിലുള്ള 3 കുത്തുകൾ അവർ കാണിച്ചു തന്നു. ഇത് ഈ സംഭവത്തിന് ശേഷം പറ്റിയതാണെന്നും അത് എന്താണെന്നുള്ളതോ എന്താണ് സംഭവം എന്നോ ഒന്നും അവർക്കും എക്സ്പ്ലെയിൻ അറിയില്ല. ഇങ്ങനെ ഈ സംഭവത്തിന് ശേഷമാണ് ട്രയാങ്കിൾ ഇൻസിഡന്റ് ഉണ്ടായത്. അതായത് 3 കുത്തുകൾ, ട്രയാങ്കിൾ ആകൃതിയിലുള്ള 3 കുത്തുകൾ അവര് മാർക്ക് ചെയ്ത് അവരുടെ സൈഡിൽ. ഈ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റോറീസിലും അങ്ങനെ ഒരു സാധനം ഉണ്ട്, ശ്രദ്ധിച്ചോ? എങ്ങനെയായിരുന്നു? അതായത് ഫസ്റ്റത്തെ ബെറ്റീന്റെ സ്റ്റോറിയിൽ കാറിന്റെ മുകളിൽ ഇവര് കണ്ടത് ട്രയാങ്കിൾ ഷേപ്പിലുള്ള 3 സർക്കിൾസ് ആണ്. അത് ശരിയാ. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റോറിയിൽ മറ്റേ ആന്റോണിയോന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു കോഴിമുട്ട ഇറങ്ങിയല്ലോ. ഈ കോഴിമുട്ട സ്റ്റാൻഡ് വെച്ചതും ട്രയാങ്കിൾ ഷേപ്പിലുള്ള 3 ഡോട്ട്സ് ആണ്. ഇതേ 3 ഡോട്ട്സ് ആണ് മറ്റേ ഫിഷർമാൻ ചൂണ്ടിട്ടോണ്ടിരിക്കുമ്പോ ബാക്കിൽ ഒരു പ്രോബ് വന്ന് നിന്നു എന്ന് പറയുന്നില്ലേ, ആ സാധനത്തിന്റെ സ്റ്റാൻഡും 3 കുത്തുകളും. മനസ്സിലായോ?
ഇവരുടെ തൊടയിൽ എങ്ങനെ 3 കുത്തു വന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. അതിനിപ്പോ എന്തെങ്കിലും മാർക്കായിരിക്കാം മേ ബി. അതായത് ഇവര് അബ്ഡക്ട് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളത് കള്ളത്തരമാണെന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നതുകൊണ്ട് ഇത് കള്ളത്തരമല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഒരു മനഃപൂർവ്വം ടാറ്റു ചെയ്ത് വിടുന്നതാണോ അറിയില്ല. എന്തായാലും ലിൻഡയുടെ കേസിൽ ഈ ക്യാപ്സ്യൂള് മൂക്കിൽ വന്നിട്ടുണ്ട്. അതായത് എന്തോ ഒരു സാധനം കുത്തി വിട്ടിട്ടുണ്ട്. അതൊരു സെൻസർ ആവാം, അല്ലെങ്കിൽ അവളെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏലിയൻസ് കൊടുത്തു വിട്ടതാവാം എന്നൊക്കെയുള്ള ലെറ്ററിൽ മെൻഷൻ ചെയ്തു. ഇതില് ഹോപ്കിൻസ് വീണു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഏലിയൻ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു മെഷീൻ ആയിക്കോട്ടെ, ഇത് മൂക്കിന്റെ ഉള്ളിൽ ഇഞ്ചക്ട് ചെയ്ത് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു തെളിവ് കിട്ടാനില്ല. സോ മൂപ്പര് ലിൻഡാനെ കാണണമെന്ന് പറഞ്ഞു, ലിൻഡാനെ ഹിപ്നോട്ടൈസ് ചെയ്തു, നല്ല ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തു. ശരിയാണ്, പോകുന്നതിന് മുമ്പേ ഉള്ള ലിൻഡന്റെ ഫോട്ടോസിലൊന്നും ഇങ്ങനൊരു മുഴ ഇല്ല. പക്ഷെ അപ്പൊ ഇയാൾ കാണുമ്പോൾ ലിൻഡന്റെ മൂക്കിലൊരു മുഴയുണ്ട്. അവർ പരിശോധിച്ചു, സ്കാൻ ചെയ്തു, അതിൻ്റെ ഉള്ളിലേക്ക് ചെക്ക് ചെയ്തു, ഒരു വസ്തുവും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ ഒരു മുഴയുണ്ട്. മേ ബി നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത സ്റ്റേറ്റിലുള്ളൊരു വസ്തു ആവാം, അല്ലെങ്കിൽ ആ വസ്തു ഓട്ടോമാറ്റിക്കലി ഡിസപ്പിയർ ആവുന്ന ഒരു സാധനമായിരിക്കാം. ഇതൊക്കെ അവര് പറയുന്ന ന്യായങ്ങളാണ്. പോയിട്ടുണ്ടാവാം. പക്ഷെ അവിടെ എന്തോ ഒരു സാധനം വെച്ചതിന്റെ പാട് ലിൻഡയുടെ മുഖത്ത് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഹോപ്കിൻസ് ഈ സാധനം ഏറ്റെടുത്തു. അതിനെ കുറിച്ചിട്ട് റിസർച്ചിന് പോയി. അതായത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ, പല ആളുകളുടെ അടുത്തും അന്വേഷിച്ചു. 12ഓളം ആളുകൾ അന്നേ ദിവസം രാത്രി ജനലിന്റെ പുറത്ത് ലിൻഡ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. ആലോചിച്ച് നോക്ക്, 12 നില വലുപ്പമുള്ള ഒരു ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിന്റെ ജനലിന്റെ പുറത്ത് നൈറ്റ് ഡ്രസ് ഇട്ടിട്ട് ഒരു സ്ത്രീ കിടക്കുകയാണ് വായുവിൽ. അതിന്റെ മുകളിൽ വെളിച്ചം തുപ്പുന്ന ഒരു വലിയൊരു വസ്തു. അതിന്റെ താഴെ ഫ്ലോട്ട് ചെയ്തിട്ട് ഈ സ്ത്രീ നിൽക്കുന്ന കാഴ്ച 12ഓളം പേര് കണ്ടിട്ടുണ്ട്. അതിൽ 2 പേര് സെക്യൂരിറ്റി ഗാർഡ്സ് ആണ്. ഇതൊക്കെ നെറ്റ്ഫ്ലിക്സിന്റെ സീരീസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതിനെ കുറിച്ചിട്ട് സ്റ്റിൽ ഇപ്പോഴും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വാദോരാതെ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അവര് പറയുന്നു അവരുടെ ആദ്യത്തെ അബ്ഡക്ഷൻ അല്ല ഇത്. 89 നടന്നത് അവരുടെ ആദ്യത്തെ അബ്ഡക്ഷൻ അല്ല. അതിലും മുമ്പേ 13 വർഷങ്ങൾക്ക് മുമ്പേയും അവർ അബ്ഡക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ട് അവർക്ക് എക്സ്പ്ലനേഷൻ പറയാനില്ല, അതായത് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഇല്ല. പക്ഷെ 89 നടന്നത് എന്തൊക്കെയാണ് അവർ കണ്ടത്, ആ കണ്ട വിഷ്വൽസ് എന്താണെന്നൊക്കെ അവർക്ക് അറിയാം. അതൊക്കെ ആ സീരീസിൽ ചെയ്യുന്നുണ്ട്. ഈ സീരീസിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് കരോൾ റെയ്നി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അവരിപ്പം മരിച്ചു, 2023 അവർ മരിച്ചു. അവര് ഈ ഒരു സീരീസ് ചെയ്തത് പോലും ലിൻഡ ഫേക്ക് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനായിരിക്കും അവർ ഫേക്ക് ആണെന്ന് കാണിക്കുന്നുണ്ടാവുക? അതായത് നമുക്ക് ചുറ്റും ഒരുപാട് അബ്ഡക്ഷൻ സ്റ്റോറീസ് ഉണ്ട്. അതിൽ ജെനുവിനായിട്ട് പറയുന്ന ഒരുപാട് പേരുണ്ടാവാം. ഏലിയൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് ഒരു കോൺസ്പിറസി ആയിട്ട് നിൽക്കുമ്പോഴും ഇത്തരം അബ്ഡക്ഷൻ സ്റ്റോറീസ് ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ജെനുവിനായിട്ടുള്ള സ്റ്റോറീസിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് നമുക്ക് കൺഫ്യൂഷൻ വിശ്വസിക്കണോ എന്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കള്ളം പറയുന്ന അല്ലെങ്കിൽ ഇത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ആളുകളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കാം കരോൾ ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ടാവുക. അതിൽ വേറൊരു ഹിസ്റ്ററിയും കൂടി ഉണ്ട്. അതായത് ബഡ് ഹോപ്കിൻസിന്റെ പഴയ ഭാര്യ ആയിരുന്നു കരോൾ റെയ്നി. മനസ്സിലായോ? അവര് അന്ന് പറയുന്നു ഒരുപാട് പേരെ ഹിപ്നോട്ടൈസ് ചെയ്ത്, ഹോപ്കിൻസ് ഒരുപാട് പേരെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത് ഇവര് കണ്ടിട്ടുണ്ട്, കരോൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ ജെനുവിൻ ആയിട്ടുള്ള സ്റ്റോറീസും ഒരുപാടുണ്ട്. പക്ഷെ അന്നേ ഇവർക്ക് നോട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ലിൻഡ. അതായത് ഫെമിലിയർ ആവാൻ വേണ്ടി, പോപ്പുലാരിറ്റിക്ക് വേണ്ടി മാത്രം അവരുണ്ടാക്കിയെടുത്ത ഒരു സ്റ്റോറി ആവാം ഇത് എന്ന്. പിന്നീട് അവര് അതിനെക്കുറിച്ച് മനസ്സിലാക്കി ലിൻഡ പറയുന്നത് കള്ളത്തരമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അവരിങ്ങനെ ഒരു സ്റ്റോറി ചെയ്തത്. ഇത് ഷൂട്ട് ചെയ്യുമ്പോഴും ലിൻഡന്റെ ബൈറ്റ് എടുക്കുമ്പോഴും ലിൻഡയ്ക്ക് അറിയില്ല. അവരെ പൊളിക്കാൻ വേണ്ടിയിട്ട് നെറ്റ്ഫ്ലിക്സ് കൂടി ചേർന്നിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പം നെറ്റ്ഫ്ലിക്സിനെതിരെ അവർ കേസ് കൊടുത്തിരിക്കാം. പക്ഷെ അവരിപ്പോഴും പറയുന്നത് എന്താ, അവരെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്, അവർക്കത് അനുഭവമാണ്, അവരെ ഇനിയും കൊണ്ടുപോകുന്നുള്ള പ്രതീക്ഷയിലാണ് അവരിപ്പോഴും ജീവിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയും സ്റ്റോറീസ് ഉണ്ട്. അപ്പൊ മൊത്തത്തില് നമ്മളിങ്ങനെ കാണുമ്പോ എന്താണ് ഈ അബ്ഡക്ഷൻ അല്ലെങ്കിൽ ഏലിയൻ അബ്ഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാനസിക രോഗമാണ്. എന്താണ് നമുക്ക് തോന്നുന്നത്? മാനസിക രോഗം എന്ന് പറയുന്നതാണോ എനിക്ക് തോന്നുന്നത്?
അത് ഫെയിമിന് വേണ്ടി ആരെങ്കിലും ഫെയിം കിട്ടാൻ വേണ്ടി ഇപ്പം ഇത്തരം ഒരു കഥകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ കൂടുതലും, അതായത് പിന്നെ വലിയ ലൈം ലൈറ്റിൽ ഇങ്ങനെ നിന്നോണ്ടിരിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്തെടുക്കുന്ന കഥകളാണോ? ഇപ്പം 89 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മീഡിയ കവറേജ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ട് ലിൻഡ ചെയ്തൊരു കാര്യമായിരിക്കാം. ഇതേപോലെ ട്രാവിസിന്റെ ഒരു സ്റ്റോറി ഉണ്ട്, ട്രാവിസിന്റെ അബ്ഡക്ഷൻ സ്റ്റോറി, ഫേമസ് ആയിട്ടുള്ള സ്റ്റോറി. ട്രാവിസ് കേട്ടിട്ടുണ്ട്. ഒരു സിനിമയുണ്ട്, ഫയർ ഇൻ ദ സ്കൈ എന്ന് പറഞ്ഞൊരു സിനിമ ഇത് വെച്ചിട്ട്, അതൊരു സ്റ്റോറിയാണ്. അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇതുപോലെ ഒരു സംഭവം തന്നെയല്ല, ഇതുപോലത്തെ സംഭവമാണ്. അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതായത് ട്രാവിസും ട്രാവിസിന്റെ ബ്രദർ ഇൻ ലോ ഇവര് ചേർന്നിട്ട് ഒരു ബിസിനസ് നടക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം അവരുടെ ജോലി പോയിട്ടുള്ള എന്തോ ഒരു ടെൻഷനിലാണ് ഇവരുണ്ടായിരുന്നു, ഫിനാൻഷ്യലി എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. സോ ഇവർ ഒരുമിച്ചൊരു ബിസിനസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്ലാനിങ്ങിൽ ഫ്രണ്ട്സുമായിട്ട് ചേർന്നിട്ട് ഇവരൊരു ട്രിപ്പ് പോവാണ്. ഒരു ക്രൂ. ഇവരിങ്ങനെ പോകുന്ന സമയത്ത് കാട്ടിനുള്ളിൽ ഒരു വെളിച്ചം കണ്ടു. ഈ വെളിച്ചം എന്ന് പറയുന്നത് സാധാരണ ഒരാൾ ലൈറ്റ് കത്തിച്ചതോ വിളക്ക് കത്തിച്ചതോ ആയിട്ടുള്ള വെളിച്ചമല്ല. അതായത് ഒരു പ്രത്യേക സോഴ്സിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള ലൈറ്റ് ഇങ്ങനെ കുത്തി നിൽക്കുക ഒരു സ്ഥലത്ത്. അപ്പൊ ഇത് കണ്ടിട്ട് ഇവർ വണ്ടി നിർത്തി. കാട്ടിനുള്ളിലാണ് അങ്ങനെ ഒരു വെളിച്ചം കാണുന്നത്. അപ്പം ഒരാൾ പോയി നോക്കാൻ തീരുമാനിച്ചു. അത് ട്രാവിസ് ആണ്. പോയി നോക്കാമെന്ന് തീരുമാനിക്കുന്ന ബാക്കിയുള്ളവരൊക്കെ വണ്ടിയിൽ തന്നെ ഇരിക്കുക. അങ്ങനെ ട്രാവിസ് കാടിന്റെ ഉള്ളിലേക്ക് ചെന്നു. ഈ കാറിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് നോക്കുമ്പോൾ ട്രാവിസ് നടന്നു പോകുന്നത് കാണാം. ട്രാവിസ് നടന്നു പോകുന്നു, ആ വെളിച്ചത്തിന്റെ അടുത്തെത്തി. ആ വെളിച്ചം ട്രാവിസിന്റെ മുകളിൽ അടിക്കുന്നത്, അതായത് ട്രാവിസിന്റെ മുകളിൽ പാല് പോലെ അങ്ങനെ വെളിച്ചം അടിക്കുന്ന വിഷ്വൽ കാറിൽ ഇരുന്നിട്ട് ഇവർക്ക് കാണാം. വിത്തിൻ സെക്കൻഡ്സ് ട്രാവിസ് മിസ്സിംഗ് ആയി. അവിടെ വെച്ച് മിസ്സിംഗ്. കാണാതെയായി. ട്രാവിസിനെ കാണുന്നില്ല. ഈ അളിയൻ റോജർ ആണ് വണ്ടി ഓടിക്കുന്നത്. ഫ്രണ്ട്സും ഇവിടെ എല്ലാരും ഞെട്ടി. ഇനി അവിടെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പേടിയാണ്. അവരവിടെ നിന്ന് സ്കിപ്പായി. ട്രാവിസ് മിസ്സിംഗ് ആണ്. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 5 ദിവസമായിട്ടും ട്രാവിസിന്റെ യാതൊരു വിവരവുമില്ല. അവർ കാട് മുഴുവൻ അരിച്ച് പെറുക്കി. ആ രാത്രി അവർക്ക് നോക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ വന്നിട്ട് അവർ ഫുൾ ചെക്ക് ചെയ്തു. ട്രാവിസിന്റെ പൊടി പോലും കിട്ടിയില്ല. എന്നാൽ 5 ദിവസത്തിന് ശേഷം ട്രാവിസിന്റെ ഒരു കോള് വരികയാണ്. അനിയത്തിയുടെ ഫോണിലേക്ക്. ഈ അനിയത്തിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് റോജർ. അനിയത്തിന്റെ ഫോണിലേക്ക് ട്രാവിസിന്റെ ഒരു കോൾ. അവൻ എവിടെയോ ഒരു സ്ഥലത്ത് പെട്ടിരിക്കുകയാണ്, എന്നെ വന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ ലൊക്കേഷനിലേക്ക് റോജറും ഫ്രണ്ട്സും പോയി. അവിടെ ക്ഷീണിതനായിട്ട് ആരുണ്ടായിരുന്നു? ട്രാവിസ് ഉണ്ടായിരുന്നു. എന്നാൽ ട്രാവിസ് ഒന്നും പറയുന്നില്ല. ട്രാവിസ് പറഞ്ഞൊരു തട്ടിക്കൊണ്ടുപോയി എന്നുള്ള സാധനം മാത്രം. പക്ഷെ അയാളുടെ പോയിന്റ് മുഴുവൻ പറഞ്ഞത് വേറൊരു ടീമിനോടാണ്, ഒരു ചാനലിനോട്. $5000 അയാൾക്ക് അപ്പുണ്ടായ അനുഭവം അയാൾ വിറ്റു. മനസ്സിലായോ? അതായത് അയാൾക്കുണ്ടായ അനുഭവം അയാൾ ഒരു ചാനലിന് വിറ്റു. ഇന്നും അയാൾ എന്താണ് അനുഭവിച്ചത്, അയാൾ അബ്ഡക്റ്റ് ചെയ്തോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ആ ചാനലിന് മാത്രമേ അറിയൂ. അവര് പിന്നീട് സിനിമയ്ക്ക് വിറ്റോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊന്നും അറിയില്ല. അതാരും പറഞ്ഞിട്ടില്ല കൃത്യമായിട്ട്. അയാൾ ഫ്രണ്ട്സിനോടൊന്നും ഈ സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. പിന്നീട് ഈ അനുഭവങ്ങൾ ഇയാള് പുസ്തകമാക്കി എഴുതിയിട്ട് ചാനലിന് വിറ്റതാണോ അതോ അവർക്ക് കൊടുത്തിട്ട് അവരത് എഴുതി പുസ്തകമാക്കിയതാണോ എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. എന്തായാലും $5000 അവരുടെ അനുഭവം വിറ്റു. പിന്നീട് ഇതിനെ കുറിച്ചിട്ടൊരു സാധനം വരുന്നത് 2011 അതായത് ട്രാവിസിന്റെ മരണശേഷം ഈ റോജർ ഒരു ചാനലിൽ വന്നിട്ട് അയാളുടെ അഭിമുഖത്തിൽ അയാൾ പറയാം, അന്ന് ഇവർക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഫണ്ട് വേണമായിരുന്നു. ആ ഫണ്ടിന് വേണ്ടി അവർ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു സാധനമായിരുന്നു ഈ അബ്ഡക്ഷൻ. അന്ന് അവർ യൂസ് ചെയ്ത ലൈറ്റ് എന്ന് പറയുന്നത് ആ കാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ലൈറ്റ് ഹൗസ് ആണ്. ആ ലൈറ്റ് ഹൗസിന്റെ ലൈറ്റ് ജാമാക്കി വെച്ച് ഒരു സ്ഥലത്തേക്ക് മാത്രം ലൈറ്റ് കൊടുത്തു. എന്നിട്ട് ഫ്രണ്ട്സിന് ഇതിന് കൂടുതൽ വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി ഫ്രണ്ട്സിനെയും കൂട്ടി വന്നു. അവിടേക്ക് ട്രാവിസ് പോയി, ട്രാവിസിനെ കാണാതെയായി. ബാക്കി ഇവിടുന്ന് സപ്പോർട്ട് കൊടുത്തത് റോജറാണ്. അങ്ങനെ ഈ ക്രൂ മുഴുവൻ ട്രാവിസിന്റെ അപ്രത്യക്ഷമാവല് വിശ്വസിച്ചു. അവർ അന്വേഷിച്ച് നടന്നിട്ടും ട്രാവിസ് വിട്ടു. കാരണം 5 ദിവസം കഴിഞ്ഞിട്ടേ പ്രത്യക്ഷപ്പെടാവുന്ന ട്രാവിസിനെ അറിയാം. അവർക്ക് ഇവർ രണ്ടുപേരും കൂടി ഉള്ള ഒരു പ്ലാനിങ് ആയിരുന്നു അത്. മനസ്സിലായോ? പക്ഷെ എത്രയോ ഡോളറിന് അവർ ആ അനുഭവങ്ങൾ വിറ്റു. അതിൽ തന്നെ അവർ പറയുന്നു, അന്ന് അവർ ഈ ഒരു സാധനം പ്ലാൻ ചെയ്യുന്ന ദിവസം UFO ഇൻസിഡന്റ് എന്ന് പറയുന്ന
ബെറ്റി ബാണെ അവരുടെ സ്റ്റോറി എടുത്തിട്ട് മൂവി ചെയ്തല്ലോ. ആ മൂവി കണ്ടപ്പോഴാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം ചെയ്തുകൂടാ, ഇതിനെ ഒരു ബിസിനസ് ആക്കിക്കൂടാ, ഇത് വെച്ച് ഫണ്ട് എടുത്തുകൂടാ അവർ ചിന്തിച്ചു. ഒന്ന് ആലോചിച്ച് നോക്ക്. ശരിയാ. അപ്പൊ പിന്നെ എല്ലാം ഉണ്ട്. ഇതിപ്പോ നമുക്ക് ഏത് വിശ്വസിക്കാന്നുള്ള അതായത് ഇവിടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളാ. അതായത് ഇങ്ങനെ ഒരു അബ്ഡക്ഷൻ സംഭവിച്ചു പറഞ്ഞാൽ അയ്യോ എന്താലേ നമ്മൾ തന്നെ ചോദിക്കും. ചോദ്യത്തിനെ ബിസിനസ് ആക്കുന്നു. മനസ്സിലായോ? അപ്പം ഇത് മാനസിക രോഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായി അല്ലാതും പറയാൻ പറ്റില്ല. ഇപ്പം ഏലിയൻ അബ്ഡക്ഷൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു മാനസിക പ്രശ്നമുണ്ട്. ഉണ്ട്, സീരിയസ്ലി. ഏലിയൻ അബ്ഡക്ഷൻ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നീ വൈകി എണീക്കുക എന്ന് വിചാരിച്ചോ, നിന്റെ കയ്യിലെ ബ്രൂസസും മുറിവുകളും സാധനങ്ങളും കാണുമ്പോൾ നീ തന്നെ പറയും എന്നെ ഏലിയൻ അബ്ഡക്ട് ചെയ്തു. കാരണം നീ ഇതിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. അപ്പൊ നിനക്ക് ഓർമ്മയില്ല. ഏലിയൻ അബ്ഡക്ഷൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഓർമ്മയില്ല. അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കുറച്ച് കൂടുതൽ സമയം നമ്മൾ ഉറങ്ങുകയും ആ സമയം നമുക്ക് മിസ്സാവുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്ന പോയിന്റാണ് എന്താണെന്ന് ആൾക്കും വ്യക്തമല്ല, നമുക്ക് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. ഓക്കെ, പിന്നെ ഇങ്ങനെ ഒരു സംഭവം സ്വയം ചെയ്തതാണെന്നുള്ള ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ മാനസിക പ്രശ്നമുള്ള ആളുകൾ, ഇപ്പൊ ഫോൾസ് മെമ്മറി പോലത്തെ സാധനം. ഇപ്പൊ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടികൾ, അവൾക്ക് പല ആളുകൾക്കും ഫോൾസ് മെമ്മറി ഉണ്ടാവും. അതായത് ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ളത് പോലും മറന്നു. എനിക്കെന്തോ പറ്റിപ്പോയതാണ്, എന്തോ അപകടം പറ്റിയാണ്, റേപ്പ് മറന്നുപോയി. മനസ്സിലായോ? അങ്ങനത്തെ അനുഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫോൾസ് മെമ്മറി എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. അതായത് ഇല്ലാത്തൊരു സാധനം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയും നമ്മുടെ മെമ്മറിയിലേക്ക് വരികയും സംഭവിച്ചൊരു സാധനം നമുക്ക് മറന്നു പോവുകയും ചെയ്യും. ഇത് രണ്ടും വൈസ് വേഴ്സ സംഭവിക്കാം. സോ ഇതൊക്കെ ഈ ഒരു അബ്ഡക്ഷൻ സിൻഡ്രോം എന്ന് വിളിക്കുന്ന ഈ ഒരു അസുഖത്തിന്റെ ഭാഗങ്ങളാണ്. അങ്ങനെ ചിന്തിച്ചിട്ട് എന്നെ ഇപ്പൊ ഏലിയനിൽ തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ലിൻഡ പറഞ്ഞല്ലോ 13 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഏലിയൻ കൊണ്ടുപോയി. അത് ചിലപ്പോ ഒരു ഫോൾസ് മെമ്മറി ആയിരിക്കാം. അങ്ങനെ ഏലിയൻ കൊണ്ടുപോയി എന്ന് വിശ്വസിക്കുന്ന ഒരാള് 89 അങ്ങനെ ഒന്ന് സംഭവിച്ചു. ചുമ്മാ ഒരു അനക്കം കേൾക്കുമ്പോൾ ബാക്കിയൊക്കെ അവരുടെ വിഷ്വലൈസേഷൻ ആയിരിക്കും, ഹാലൂസിനേഷൻ ആയിരിക്കും, പറയാൻ പറ്റില്ല. അത് ഇപ്പൊ പറഞ്ഞ എല്ലാ കഥയിലും ഒരു ഓർമ്മ പോകുന്ന ഒരു അവസ്ഥ അതാണ്. അതായത് ഇത് അതിന് പറ്റിയൊരു പ്ലോട്ടാണ്. അതായത് ക്ലാരിറ്റി ഇല്ലാതെ നമുക്ക് ബ്ലാ 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 പറയാം. ബിക്കോസ് അബ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്ക് അതിന്റെ ഒരു ക്ലിയർ ഏലിയൻസ് വന്ന് പറയില്ലല്ലോ അതൊന്നും അല്ല കേട്ടോ സത്യം എന്ന് ആരും പറയില്ല. ഇപ്പൊ ദൈവത്തിന് ഇഷ്ടം തേങ്ങയാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മള് തേങ്ങ ഉടയ്ക്കുന്നത്. ദൈവത്തിന് എന്തിനാ തേങ്ങ, ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് തേങ്ങ? മനസ്സിലായോ? അപ്പൊ ഈ നമ്മളുടെ ധൈര്യമാണത്. ഒരിക്കലും ഇവരൊന്നും പ്രത്യക്ഷപ്പെട്ട് പറയില്ല മക്കളെ ഇത് ചെയ്യണ്ട എന്ന് ആരും പറയില്ല. അപ്പൊ പ്രേതത്തിന് വെള്ളസാരിയിട്ട് നമ്മൾ വിടുന്നു, അതിന് ചിലപ്പോ കളറിട്ട് പോകാനായിരിക്കും താല്പര്യം, അത് ഒന്നും പറയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സാരി അതിന് ഇടിപ്പിക്കാം. അതും മൂപ്പരൊന്നും പറഞ്ഞില്ല, ആക്സെപ്റ്റ് ചെയ്തു. അവസാനം ആയ സമയത്ത് കറുത്തൊടുപ്പിട്ട് വീണ്ടും കലിപ്പാക്കി വിട്ടു. വെള്ളയൊക്കെ പിന്നെയും വന്നു. സോ ഇല്ലാത്തൊരു സാധനത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പുതിയ മാനങ്ങൾ കൊടുത്ത് ചെയ്യാം. ഇപ്പോഴും പറയുന്നു ഏലിയൻസ് ഇല്ല എന്നല്ല പറയുന്നു, ഏലിയൻസ് ഉണ്ടാവാം. ഈ പറയുന്ന അബ്ഡക്ഷൻ സ്റ്റോറീസും റിയാലിറ്റി ആയിരിക്കാം. പക്ഷെ അപ്പോഴും ചിന്തിക്കേണ്ട ഒരു സാധനമുണ്ട്. എത്രയോ പ്രകാശവർഷങ്ങൾക്ക് അപ്പുറത്തുനിന്ന് ഭൂമിയെ അന്വേഷിച്ച് വന്നിട്ട് ഇത്രയും വർഷങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ട്, അത് 50 വർഷം മുമ്പുള്ള സ്റ്റോറീസാണ് നമ്മൾ ഈ പറയുന്നത്. ഈ 50 വർഷമായിട്ട് മനുഷ്യനെതിരെ പരീക്ഷിച്ച് കഴിഞ്ഞില്ലേ? അതെ അതെ, ഇതിന് മാത്രം പരീക്ഷിക്കാൻ എന്താ മുമ്പുള്ള? അല്ല, ഇത് എന്താ പരീക്ഷിച്ചിട്ട് എന്ത് ചെയ്യുന്നതാണ്. ഈ 50 പോട്ടെ, ഒരു 5 വർഷം ഒരു പരീക്ഷിച്ചോട്ടെ, അത്തതിന് മാത്രമൊക്കെ മനുഷ്യനുള്ളൂ എന്നുള്ളതാണ് നമ്മളൊരു ധാരണ. ഈ 5 വർഷം പരീക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും ഇവർക്ക് ഇത്രയൊക്കെ വന്മാരുള്ളൂ, വന്മാരുടെ ഇത്രേ പറ്റുള്ളൂ എന്ന് കഴിഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ടൂടെ? അതെ, നമ്മളെല്ലാരും ഒരേ ഒരേ ഇതാണ്. നമ്മളെ കൊണ്ട് എന്തായാലും ഒരു ഉപദ്രവമില്ല, കൂട്ടിയാ കൂടില്ല എന്നുള്ളത് നന്നായിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇവന്മാർ ഏറി വന്നു കഴിഞ്ഞാൽ ഇത്ര ഹൈറ്റിലെ പൊന്തും, ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെയും ചാടിയ ചട്ടിയിലെന്ന് പറയുന്ന മാതിരി ആദ്യം മനുഷ്യന് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്നാൽ പ്രത്യക്ഷപ്പെട്ട് നമ്മളെ അടിമകളാക്കട്ടെ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മളെ പോലുള്ള അത്ര ഡെവലപ്പ് അല്ലാത്ത കൺട്രിയിൽ ഇവർ വരാത്തത് കൊണ്ടാണോ എനിക്ക് സംശയമുണ്ട്. കാരണം ഇവർ നോക്കുമ്പോൾ മുകളിൽ ഒരുപാട് ലൈറ്റും മറ്റു കാര്യങ്ങളും അമേരിക്കത്തത് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
ഇപ്പൊ നമ്മൾ തുറക്കത്ത് പറഞ്ഞ മാതിരി 50s മുമ്പ് നടന്നൊരു സാധനം ചാത്തനും മറുതി ആനമറുതി ഒക്കെ ആയിട്ട് പോയി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏലിയൻ എന്നുള്ള പേര് പോലും കിട്ടൂല. എന്തിനാ വെറുതെ ചാത്തനും മറുതി ആവുന്ന വിചാരിച്ചിട്ട് വരാത്തതായിരിക്കും ഒന്നാമത്തെ കാര്യം. ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ വിശ്വസിക്കുന്ന ആൾക്കാരില്ല ഇവിടെ. അത് മറ്റൊരു ജോൺറയിലേക്ക് പോകും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇത് വീഡിയോയിൽ പറയേണ്ട ഒരു സാധനമല്ല, എന്നാലും ഞാൻ പറയാം. അയാൾക്ക് ഇപ്പൊ ഏകദേശം ഒരു 62 years ഉണ്ടാവും, ഒരു 62 വയസ്സ്. അയാൾ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂര് കേരളം ലോറി ഓടിച്ചുകൊണ്ടിരുന്ന ഒരു ഡ്രൈവറാണ്. മനസ്സിലായോ? ലോറി ഓടിച്ചുകൊണ്ട് അയാൾ നമ്മളെ സ്ഥിരം വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ കുറെ മുമ്പ് എന്നെ വിളിച്ചിട്ട് അയാളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്താണ്. ഇയാൾ ഈ ലോറി ഓടിച്ചുകൊണ്ടിരിക്കെ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വാമിജീനെ പരിചയപ്പെട്ടു. ആൾദൈവം ഒന്നല്ല, ഈ യോഗ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പല പല സ്ഥലത്തും യോഗ സെഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരു സ്വാമിയാണ്. ആള് ഈ കേരളത്തിന്റെ ഏതോ ഒരു ഭാഗത്താണ് ആൾ ഉള്ളത്. ഈ കേരള ടു ബാംഗ്ലൂർ ഇയാൾക്ക് യാത്ര ചെയ്യണം എപ്പോഴും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇയാളുടെ പേഴ്സണൽ വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രൈവറെ വിളിച്ചു. അതായത് ലോറി ഓടിക്കുന്ന പരിപാടി നിർത്തിയിട്ട് നിനക്ക് എന്തുകൊണ്ട് എൻ്റെ പേഴ്സണൽ ഡ്രൈവർ ആയിക്കൂടാന്ന് ചോദിച്ചിട്ടാണ് അയാളെ വിളിച്ചത്. ഇയാൾ ഈ ദൈവവിശ്വാസി ഒന്നല്ല, ആര് ഡ്രൈവർ. ബാംഗ്ലൂർ എവിടെയോ ഉള്ള ഒരു വലിയ മലേന്റെ മുകളിൽ ഒരു ആശ്രമം ഉണ്ട്. അത്ര ഏതാണ് ആശ്രമം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ആ ആശ്രമത്തിലേക്ക് ഇവര് മന്ത്ലി ട്വൈസ് പോകും. എന്നിട്ട് ഈ ആശ്രമത്തിൽ ഇവർ ഭജനയും യോഗയും സാധനങ്ങളൊക്കെ നടക്കുമ്പോൾ ഇയാൾക്ക് ഇതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇയാൾ അവിടെ നിന്ന് ഒന്നുകിൽ വണ്ടിയിൽ ഇരിക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഒരു 4:30-5 മണിയാകുമ്പോൾ അവർ റിട്ടേൺ പോരും. ആ സമയം വരെ എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങിയിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുക. അന്ന് സംഭവം നടക്കുന്ന ദിവസം ഒരു 7:30-8 മണിയായപ്പോൾ അവരവിടെ എത്തി രാത്രി. ഇയാള് ആശ്രമത്തിലേക്ക് പോയി ഈ ഭജനയും പിന്നെ യോഗയും സാധനങ്ങളൊക്കെ നടക്കുമ്പോൾ ഇയാള് ഡ്രൈവർ നൈസായിട്ട് നടന്നു തുടങ്ങി. അത്രയും ദിവസങ്ങളിൽ ഇയാൾ താഴേക്ക്, ആ മലയിൽ നിന്ന് താഴേക്ക് നടന്നിരുന്ന അയാൾക്ക് അന്ന് മുകളിലേക്ക് നടക്കാൻ തോന്നി. അയാൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ഈ മലേന്റെ ഏറ്റവും മുകളിൽ ഒരു പാറ ഉണ്ട്. ആ പാറേന്റെ മുകളിൽ കയറിയിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് ആൾ അങ്ങോട്ട് ചെന്നു. അങ്ങനെ ആ പാറേന്റെ മുകളിൽ അയാൾ ഇരുന്നു. അയാൾ പറയാ, അയാൾ ഇരുന്നോണ്ടിരിക്കുമ്പം പെട്ടെന്ന് അയാൾക്ക് രോമാഞ്ചം വന്നു. അതായത് ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് അയാൾ. ഇരിക്കുന്ന സമയത്ത് രോമം മെല്ലെ ഇങ്ങനെ എണീക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. ഒരു ഇലക്ട്രിക്കൽ ഫീൽഡിലൊക്കെ നിൽക്കുന്ന പോലെ. അതെ, അതായത് ഇപ്പം ഒരു ഹെവി ആയിട്ടൊരു സാധനം നമ്മുടെ അടുത്തേക്ക്, ഒരു ട്രെയിനൊക്കെ നമ്മൾ അടുത്തേക്ക് വരുമ്പം നമുക്കൊരു തരം ഒരു വൈബ്രേഷൻ ഉണ്ടാവില്ലേ, ആ വൈബ്രേഷനാണ് ഇയാൾക്ക് ഫീൽ ചെയ്തത്. ഇയാൾ തിരിഞ്ഞു നോക്കിയപ്പം അയാളുടെ പിന്നിൽ ഒരു പച്ച വെളിച്ചം. ഈ പച്ച വെളിച്ചം എന്ന് പറഞ്ഞാൽ ഒരു ഡോട്ടോ സാധനങ്ങളോ ഒന്നല്ല. അതായത് നമ്മുടെ റിയാലിറ്റി കീറിയാൽ എങ്ങനെ ഉണ്ടാവും, മനസ്സിലാവുണ്ടോ? അതായത് ഇതൊരു ഫാബ്രിക് ആണെന്ന് വിചാരിക്കും. സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, അത് റിയാലിറ്റിയാണ്. അതായത് 3 dimension ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ആ സ്ക്രീൻ ഞാൻ ബ്ലേഡ് വെച്ച് കീറിയാലോ, അത് കീറിപ്പോവില്ലേ? ഇതേപോലെ കീറിയിട്ട് ഒരു പച്ച വെളിച്ചമാണ് ഇങ്ങോട്ട് കാണുന്നത്, ഒരു കീറല്. അതായത് റിയാലിറ്റീനെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വരിക. ഡോക്ടർ സ്ട്രേഞ്ച് ഒക്കെ മറ്റേ വട്ടം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പോലെ ഒരു കറുത്ത ഒരാൾ പുറത്തേക്ക് വന്നു. ഈ കറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിറം പോലല്ല അത്ര. അതായത് ഒരു തരത്തിലും റിഫ്ലക്ഷൻ ഇല്ലാത്ത ഒരു ടോണാണ് അയാൾക്ക്. ഒരു തരത്തിൽ ഒരു ചെറിയ വെളിച്ചം പോലും അയാളിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്നില്ല. ഒരു ബ്ലാക്ക് ഹോളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാ തട്ടുന്ന വെളിച്ചം മുഴുവൻ അബ്സോർബ് ചെയ്യാണ്. ബ്ലാങ്ക്നെസ്, പക്ക ബ്ലാക്ക്. പക്ഷെ രൂപമുണ്ട്, ഒരു ഷേപ്പ് ഉണ്ട്. അയാൾ ഇങ്ങനെ ചെരിഞ്ഞു കഴിഞ്ഞാൽ ഈ കൈ കാണാം, ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വെറും ഷേപ്പ് മാത്രം. മനസ്സിലായോ? അങ്ങനെ ഒരു രൂപം പുറത്തേക്ക് വന്ന് ആ രൂപം ഇയാളെ തൊട്ടു അയാൾ ബോധം കിട്ടു വീണു. അവിടെ ഒരു അബ്ഡക്ഷൻ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഈ ഇതിൽ പറയേണ്ട ഒരു സാധനമല്ല. എന്നാലും ഇതിനെ നമുക്കൊരു തേർഡ് കൈൻഡ് ആയിട്ട് കണക്കാക്കാം. ഇതൊരു ഏലിയൻ ആണ് എന്ന് പോലും അറിയില്ല, പക്ഷെ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് അതിന്റെ ചാത്തനോ മറുതയോ ഒന്നുമായിട്ടല്ല തോന്നിയത്. അതായത് റിയാലിറ്റീനെ ബ്രേക്ക് ചെയ്യുന്നു, റിയാലിറ്റീനെ കീറിയിട്ട് ഒരു വേം ഹോൾ എന്നൊരാൾ പുറത്തേക്ക് വരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് അയാളെ ടച്ച് ചെയ്യുന്നേ ഇല്ല. അപ്പോഴല്ലേ ലൈറ്റ് ഇയറിനെ ടച്ച് ചെയ്യേണ്ട ആവശ്യം. ലൈറ്റ്, ഇതൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അതായത് ലൈറ്റിന് സഞ്ചരിക്കുന്ന വേഗതയാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള വേഗത. ലൈറ്റേ ആവശ്യമില്ലാത്ത ഒരാൾക്ക് എന്ത് വേഗത?
അയാൾക്ക് ലൈറ്റ് എന്നൊരു വിഷയമേ ആവില്ല. നമ്മളെ സംബന്ധിച്ചിട്ട് ഒച്ച പോകണമായിരിക്കും അയാളെ സംബന്ധിച്ച് ലൈറ്റ്. മേ ബി അങ്ങനെ ആവാം. പക്ഷെ ഇയാൾ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അയാൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. അയാള് ബോധം കെട്ട് കിടന്നു. അയാൾ പിന്നീട് എണീക്കുന്നത് അയാളുടെ മുഖത്ത് വെള്ളം തെളിക്കുമ്പോഴാണ്. അയാൾ ആശ്രമത്തിലാണ്. അപ്പം ഏകദേശം ഒരു 3:30-4 മണിയാകുമ്പോൾ ഇയാളെ കാണാഞ്ഞിട്ട് ആശ്രമത്തിൽ നിന്ന് ആളുകൾ അന്വേഷിച്ച് മുകളിലേക്ക് കയറി. മുകളിൽ ആ പറയുന്ന മുകളിൽ ഇയാൾ ബോധം കെട്ട് കിടക്കുക. ഇയാൾ പറയുന്നു ഇയാൾക്ക് വേണമെങ്കിൽ ഈ വെളിച്ചം കണ്ടിട്ട് ഇറങ്ങി ഓടായിരുന്നു. പക്ഷെ ഇറങ്ങി ഓടാൻ പറ്റില്ല. കാരണം ഇയാള് അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കയാണ്. ആ കൊക്കേന്റെ ഫ്രണ്ടിലാണ് ഇയാൾ നിൽക്കുന്നത്. ബാക്കിലാണ് ഈ വെളിച്ചം വരുന്നത്. ഈ വെളിച്ചത്തിനെ ക്രോസ് ചെയ്തിട്ട് അയാൾക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റും. ആ വെളിച്ചം അങ്ങനെ നിൽക്കുമ്പോൾ അയാൾക്ക് പേടിച്ചിട്ട് അങ്ങനെ ഓടാൻ പറ്റും. മേ ബി ആ പേടി കൊണ്ടായിരിക്കാം അയാൾ ബോധം കിട്ട് വീണത് അയാൾ തന്നെ എൻ്റെ അടുത്ത് പറയുന്നു. സ്വാമിജി പറഞ്ഞത് ഇതെന്തോ ഒരു മറതയോ ബാധയോ എന്തോ ആണെന്നാണ് അവരുടെ ഏരിയ. പക്ഷെ ഇയാൾ പറയുന്നു അങ്ങനെയൊന്നല്ല, അത് അങ്ങനെ ഒരു രൂപമാണ്, അതൊരു ഹ്യൂമൻ ഫേസ് ആയിരുന്നു. അതിന് ബ്ലാക്ക്, പക്ക ബ്ലാക്ക്, കണ്ണിന്റെ കൃഷ്ണമണി ബ്ലാക്ക്, എല്ലാം ബ്ലാക്ക്, ഒന്നും കാണാൻ പറ്റില്ല. നിഴല് പോലെയോ? നിഴൽ എന്താണോ അത്. അതായത് നമുക്ക് ഈ 3 ഡയമെൻഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷനും ഷെയ്ഡും വേണ്ടേ. ഈ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ഡയമെൻഷനിലുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിലൊരു 3 ഡയമെൻഷൻ ഇല്ല, മറ്റൊരു ഡയമെൻഷൻ ആണത്. ആ ഡയമെൻഷനിലുള്ള ഒരു സാധനമാണ് എൻ്റെ മുമ്പിൽ വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഏലിയൻസിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരാൾ സംസാരിച്ചിട്ടുണ്ട്. ഈ സാധനത്തിനെ ഞാൻ എന്തിന്റെ പേരിൽ ഡോക്യുമെന്റ് ചെയ്യും? ഇതേപോലെ ആയിരക്കണക്കിന് അനുഭവമുള്ള എത്രയോ ആൾക്കാരുണ്ട്. പക്ഷെ ഇത് വെറും തോന്നലാണ്, ഹാലുസിനേഷൻ ആണെന്നല്ലാതെ ഇവൻ ഞാൻ ഈ പറയുന്നത് നിനക്ക് പോലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഇല്ല. ഞാൻ അയാളെ വിശ്വസിക്കുന്നു, എന്നെ അയാൾ വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ അയാൾ എൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. അയാൾക്ക് എവിടെയോ കിടന്ന് എൻ്റെ നമ്പർ കണ്ടുപിടിച്ച് എൻ്റെ അടുത്ത് ഈ അയാൾ അപ്പോഴും പറഞ്ഞു, ബ്രോ ഇത് പറയൊന്നും വേണ്ട, എൻ്റെ പേരും അയാളുടെ പേര് പോലും എനിക്കറിയില്ല. അയാൾക്ക് ഫെയിമും പോപ്പുലാരിറ്റിയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ അയാൾ ആ ഡീറ്റെയിൽസ് മുഴുവൻ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാനല്ലേ പറയാം. അയാൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ഇതേപോലെ റിഫ്ലക്ഷൻ ഇല്ലാത്ത കളറിൽ ക്യാപ്സ്യൂൾസ് കാണുന്ന എത്ര ആൾക്കാരുണ്ട് അറിയാം? ക്യാപ്സ്യൂൾ ഷേപ്പിൽ ഫ്ലോട്ടിംഗ് UFOs എത്രയോ ആൾക്കാർ. ഈവൻ കഴിഞ്ഞ ആഴ്ച പോലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു സാധനം കണ്ടു, ഈവനിങ് ഒരു 5:30 to 7:30 ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോയിൽ തന്നെ, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ UFO കണ്ടിട്ടുള്ള ആളുകൾ, അതായത് ഈ ക്യാപ്സ്യൂൾ ഷേപ്പ് കറുത്ത ക്യാപ്സ്യൂൾസ് കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 15 പേര് എന്തായാലും ഉണ്ട്. നമ്മളെ വീഡിയോ കാണുന്ന തന്നെ ഒരു 100 പേരായിരിക്കും. ആ 100 പേരിൽ ഒരു 15 പേര് ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. സോ നമുക്കൊരിക്കലും അതിനെ അങ്ങനെ സംഭവിക്കുന്നില്ല, കേരളത്തിൽ സംഭവിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മളതിന് വേണ്ട വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം സോക്കോൾഡ് നമ്മളൊക്കെ 100% ലിറ്ററസി ഉള്ള ആളുകളാണ്. നമുക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള കുറേ ധാരണകളുണ്ട്. ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്തോ മണ്ടത്തരാണെന്നൊക്കെ പറയുന്നുള്ള വിശ്വാസങ്ങളുണ്ട്. നമ്മളതിനെ പഠിക്കാൻ പോലും കണക്കാക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഏലിയനെ കണ്ടു, അല്ലെങ്കിൽ ഞാൻ UFOനെ കണ്ടു, അതൊരു UFO ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ ജസ്റ്റ് 24-ൻ്റെയോ റിപ്പോർട്ടറിൻ്റെയോ ന്യൂസ് ഐറ്റം വന്നു കഴിഞ്ഞാൽ കമന്റ് ബോക്സ് മാത്രമേ എടുത്ത് നോക്ക്. അത് ഫേക്ക് ആണ്, അല്ലെങ്കിൽ ന്യൂസ് വാല്യൂ കൂട്ടാൻ വേണ്ടി പറയുന്നതാണ്, അല്ലെങ്കിൽ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതല്ലാതെ ഓക്കെ അതിനൊരു ക്യൂരിയോസിറ്റി ലെവലിൽ പോലും എടുക്കാൻ നമുക്ക് താല്പര്യമില്ല. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരിക്കലും ഇതൊരു ഡിസ്കഷൻ പോലും ആവില്ല. അതിന്റെ അർത്ഥം അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല എന്നല്ല. ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് ഫേക്ക് ആയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ വെറും തോന്നലുകളാണോ, അല്ലെങ്കിൽ ഫെയിമിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സാധനം ഒന്നും നമുക്കറിയില്ല. പക്ഷെ ഇതേപോലെ ഞെട്ടിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ വേറെയുണ്ട്. എനിക്ക് തോന്നുന്നു അത് അടുത്തൊരു വിഷയത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാധനം, അത് ഞെട്ടിപ്പിക്കുന്ന മാനസിക രോഗങ്ങൾ, മാനസിക അവസ്ഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അടുത്ത വീഡിയോയിൽ